നന്ദി കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും ശക്തീകരിക്കുന്നല്ലോ. ഇത് അത്ഭുതത്തിൻ്റെ സമയം ആണ്. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. വലിയ വീര്യപ്രവർത്തികൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. തളർന്നു പോകരുതേ, സങ്കടപ്പെട്ട് പുറകോട്ട് പോകരുതേ. യേശു ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ സാക്ഷ്യമായിട്ട് മാറും. ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ പാപത്തിനോ ശാപത്തിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ഇരുന്ന് സകല സമൃദ്ധിയും അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവപ്രവൃത്തികൾക്കായി ഞാൻ വാഴ്ത്തുന്നു. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ തുടർമാനമായിട്ട് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം ധ്യാനിച്ചു വരുന്നു. ഇന്ന് ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്നും ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്നു പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കത്തില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ആമേൻ. ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ദൈവത്തിൻ്റെ പ്ലാൻ എപ്പോഴും ഓർത്തോണേ. നിങ്ങൾ കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്നവരാണോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ. കർത്താവിൻ്റെ വചനത്തിൽ ഇവിടെ നോക്കിക്കേ, ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൂതന്മാരുടെ പ്രത്യേകത, ഈ കാര്യത്തെ ഊട്ടി ഉറപ്പിക്കും. ദൈവ പദ്ധതികൾ നടക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഭയങ്കര ഉറപ്പ്. അതായത് ദൈവത്തിന് നല്ല ഉറപ്പാണ്, ദൂതന്മാർക്കും ഉറപ്പാണ്. ഞാൻ ചിന്തിക്കുക, എലിസബത്തിനൊരു മകനെ പ്രസവിക്കുക. എത്രയോ അബോർഷനുകൾ ലോകത്തിൽ സംഭവിക്കുന്നു. എലിസബത്ത് കാല് തെറ്റി വീണിട്ട് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയില്ലേ? ഇനി പല കുഞ്ഞുങ്ങളും വളർച്ചയിൽ തന്നെ അവർ നശിച്ചു പോകുന്ന കാര്യം നമ്മൾ കേൾക്കാറില്ല. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാണ്? ദൂതൻ ഈ സാധ്യതകളെല്ലാം അവിടെ ഉണ്ട്. ഒരു കുഞ്ഞ് വളർച്ച മുരടിച്ചു പോകാം. അത് ചിലപ്പോൾ എലിസബത്ത് പോകുന്ന വഴിയിൽ കാല് തെറ്റി വീഴാം. അത് അബോർഷനായി പോകാൻ സാധ്യതയുണ്ട്. ഒത്തിരി കാരണങ്ങളും കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ദൂതൻ വളരെ കോൺഫിഡൻസോടെ പറയുകയാണ്, നിൻ്റെ ഭാര്യ നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് പേരിടണം, ആണോ പെണ്ണോ എന്നല്ല, യോഹന്നാൻ പേരിടണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ തൻ്റെ ജനത്തിങ്കൽ നിനക്ക് പലരെയും സന്തോഷിപ്പിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഉറപ്പ് പറയുന്നു, അവൻ അബോർഷനായി പോകത്തില്ല, അവൻ തകർന്നു പോകത്തില്ല, അവൻ വലിയവനാകും. അവൻ വീഞ്ഞോ മദ്യമോ കുടിക്കത്തില്ല. അയ്യോ, ഇത് വലിയൊരു കാര്യമല്ലേ? നമ്മൾ പലപ്പോഴും തലമുറകൾ നമ്മളിങ്ങനെ പൊത്തിപ്പിടിച്ച് വളർത്തുന്ന പല മാതാപിതാക്കളും പറയത്തില്ലേ, അവർ പഠിക്കാൻ പോയ സമയത്ത് കൂട്ടുകെട്ടുകളുമായി കൂടി അവർ വഷളായിപ്പോയി. ഞാൻ എങ്ങനെ വളർത്തിയ കുഞ്ഞാണ്, ഞാൻ എന്തോരം പൊത്തിപ്പിടിച്ച് വളർത്തിയ കൊച്ചാണ്, പക്ഷേ അവൻ വഷളായിപ്പോയി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കണ്ടോ? പക്ഷേ യോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൂതൻ്റെയും ദൈവത്തിൻ്റെയും ഉറപ്പെന്താണെന്നറിയാവോ? അവൻ വീഞ്ഞ് കുടിക്കത്തില്ല.
അവൻ ചിലപ്പോൾ വീഞ്ഞ് കുടിക്കുമായിരിക്കും, മദ്യം കുടിക്കുമായിരിക്കും എന്ന സാധ്യതയല്ല, ദൈവത്തിന് ഉറപ്പാണ്. ഇതാണ് വചനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഈ വചനം വിശ്വസിക്കുന്ന നിങ്ങളിലേക്കും ഈ ഉറപ്പ് കയറുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വചനം വായിക്കുമ്പോൾ കൂടെ പറയണമേ, കർത്താവേ, ഈ വചനം എൻ്റെ ഉള്ളത്തിൽ ഉറപ്പുള്ള പാറ പോലെയാക്കി മാറ്റണമേ. കാരണം ദൈവത്തിൻ്റെ ഉറപ്പ് എൻ്റെ ഉള്ളിലേക്ക് കയറ്റണമേ. ദൈവത്തിൻ്റെ ഉറപ്പിൽ എന്നെ നിർത്തണമേ. ദൈവത്തിൻ്റെ ഉറപ്പിനാൽ എന്നെ സ്റ്റേബിളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായി മാറണം നിങ്ങൾ. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവനെപ്പറ്റി പറയുന്നു, അവൻ അങ്ങനെയാണ്. പല കൂട്ടുകെട്ടുകളിലും പോയി യോഹന്നാൻ സ്നാപകൻ കുടുങ്ങാൻ സാധ്യത. യെരുശലേമിൽ ഒത്തിരി കൂട്ടുകാർ കാണും. ചെറുപ്പക്കാരൻ വളർന്നു വരുമ്പോൾ അവനെ വഴിതെറ്റിക്കുവാൻ പല സുഹൃത്തുക്കളും അവൻ്റെ ചുറ്റിനും വരും. പക്ഷേ ദൈവത്തിൻ്റെ ഉറപ്പ് പറയുന്നു, അവൻ മീഞ്ഞോ മദ്യമോ കുടിക്കത്തില്ല. ഓ യേശുവേ, അവൻ അനേകരുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് തിരിക്കും. അതിൻ്റെ അർത്ഥം പാപത്തിൽ പോകുന്നവരെ അവൻ നേടും. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഉറപ്പ് നിങ്ങളുടെ ഉള്ളത്തിൽ പ്രവേശിക്കട്ടെ. വചനം വായിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കണമേ, കർത്താവേ, ഈ ഉറപ്പ് എൻ്റെ ഉള്ളത്തിൽ നിറയ്ക്കണേ കർത്താവേ. ഈ ഉറപ്പിൽ എന്നെ നടത്തണേ കർത്താവേ. ഈ ഉറപ്പുള്ള പാറ പോലെ എന്നെ നിർത്തണേ കർത്താവേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വചനം ഒരു ചെവിയിലൂടെ കയറി മറു ചെവിയിലൂടെ ചാടിപ്പോകത്തില്ല. ഹൃദയത്തിൻ്റെ അകത്തത് കല്ല് പോലെ, പാറ പോലെ ഇരിക്കും. ഒരു ദുഷ്ടപിശാചിനും അത് കെടുത്തു കളയുവാൻ കഴിയത്തില്ല. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ഓർത്തോണേ, വചനം വായിക്കുമ്പോൾ അവിടെ നിങ്ങളെപ്പറ്റി ഇതേപോലെയൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. സൗഖ്യമായിരിക്കുന്നു, അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അത്ഭുതമായിരിക്കുന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ജയാളി ആയിരിക്കും, അത് തന്നെയാണ്. അത് പിടിച്ചടക്കും, അങ്ങനെ തന്നെയാണ്. നോക്കിക്കേ, ജനിക്കുന്നതിന് മുമ്പേ അങ്ങനെ വീഞ്ഞും മദ്യവും കുടിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ മദ്യശാലയുള്ള സ്ഥലമാണ് യെരുശലേം. മദ്യപാനികളുള്ള സ്ഥലമാണ്. വീഞ്ഞ് കുടിച്ച് മത്ത് പിടിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ ദൈവം പറയുന്നു, പോകത്തില്ല അവൻ. ഇതാണ് വചനത്തിൻ്റെ ശക്തി. ഞാൻ ചിന്തിക്കുക, സെക്കരിയാവ് കുഞ്ഞുണ്ടായപ്പോൾ തന്നെ എലിസബത്ത് പറഞ്ഞു കാണും, അല്ലെങ്കിൽ അയൽവക്കത്തിലെ ആൻറ്റി പറഞ്ഞു കാണും, ദൈവമേ നന്നായി വളർന്നു വന്നാൽ മതിയായിരുന്നു. ഉടനെ സെക്കരിയാവ് എലിസബത്തും പറയും, എൻ്റെ കർത്താവേ അതുപോലെയാണെന്നല്ല. അവർ പറയില്ല, ഇവൻ അങ്ങനെ പോകത്തില്ല. എന്നാ കോൺഫിഡൻസ്? ദൈവം പറഞ്ഞു. വചനത്തിൽ ഈ ഉറപ്പ് വന്നില്ലെങ്കിൽ, കർത്താവേ എന്നെ അങ്ങനെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ചിലർക്ക് അങ്ങനെയുണ്ട്. വചനം വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ടെങ്കിലും കോൺഫിഡൻസ് കിട്ടത്തില്ല. കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് അതിനോട് ഏകീഭവിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നല്ലപോലെ ഒന്ന് പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ ഈ ഉറപ്പിലേക്ക് എന്നെ കൊണ്ടുവരണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെക്കരിയാവിൻ്റെ മകൻ ജനിച്ച് യോഹന്നാൻ സ്നാപകനായി വീഞ്ഞു കുടിക്കാതെ യേശുവിനെ സ്നാനപ്പെടുത്തുന്ന വ്യക്തിയായി മാറിയെങ്കിൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഇതേപോലെ നടക്കും. ഉറപ്പും ധൈര്യവും ഉള്ളവർ ആയി ദൈവം മാറ്റും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്തു വെച്ച്, എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ്, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഒരു അനിലെന്ന് പറയുന്ന വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് തമ്പുരാൻ കൊണ്ടുപോകാൻ വേണ്ടി ഭാര്യയുമായിട്ട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. എന്നോട് ഇത് കേൾക്കുന്ന സമയത്ത് ഈ പ്രവചനം കേൾക്കുന്നതിൻ്റെ തലേ ദിവസം നിങ്ങളിത് എപ്പോൾ കേൾക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ ഉടനെ കാണുന്നവരായിരിക്കും, പിന്നീട് എപ്പോഴേലും യൂട്യൂബിൽ കാണുന്നതായിരിക്കും. പക്ഷേ എന്നോട് ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, എപ്പോൾ കേട്ടാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തലേ ദിവസം നിങ്ങളുടെ നേരെ വഴക്കുണ്ടാക്കി, നിങ്ങളുടെ നേരെ കൈ ഓങ്ങുന്ന രീതിയിൽ ചില അവസ്ഥകളുണ്ടാക്കി, തല്ലിയില്ല, കൈ ഓങ്ങുന്ന പോലെ വന്നു, ഭയങ്കര പ്രശ്നമുണ്ടാക്കി അനിലിനെ ദൈവം തൊടാൻ വേണ്ടി പോവുക. ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾ തിരുത്തി പറയും, ഞങ്ങളുടെ പിതാവ് ഒരു സാക്ഷ്യമായി എന്ന് പറയും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. അത്ഭുതങ്ങളുടെ ദൈവമേ, അടയാളങ്ങളുടെ ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. ഒരു ജൂലിയ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കർത്താവ് തൊടുക കേട്ടോ. കുടുംബത്തിൽ ജൂലിയായിനെ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ജൂലിയായുടെ ജീവിതം ഒരു അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു.
ഈ സമയത്ത് രോഗശക്തികൾ, രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളുടെ ശരീരം വിട്ട് മാറിപ്പോകട്ടെ. രോഗശക്തികൾ ആ വ്യക്തികളുടെ ജീവിതം വിട്ട് മാറിപ്പോകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇപ്പോൾ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. അത്ഭുതം ഞങ്ങളുടെ അവകാശമാണ്. വിടുതൽ ഞങ്ങളുടെ അവകാശമാണ്. കാൽവരി ക്രൂശിലൂടെ സ്വർഗം അത് നേടിത്തന്നിരിക്കുന്നല്ലോ. അപ്പാ, എൻ്റെ യേശു അത് നേടിത്തന്നിരിക്കുന്നല്ലോ. ഞാൻ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അതിരുകൾ വിസ്താരമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ഓ ജീസസ്, ഓ ജീസസ്. ഞാനൊരു സന്ദീപിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് കർത്താവ് പറയുന്നു. സന്ദീപിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സന്ദീപിൻ്റെ കുടുംബത്തിൽ ഒരു പെങ്ങൾ സന്ധ്യയെ കർത്താവ്, സന്ദീപും സന്ധ്യയും ഇത് രണ്ടുമുള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബത്തെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. സന്ദീപും സന്ധ്യയുമുള്ള ഭവനത്തിൽ സൗമ്യനെയുടെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയൊരു സാക്ഷ്യമായി തീരും കേട്ടോ. അനർത്ഥം വ്യസനമായി തീരാതെ വണ്ണം സ്വർഗം സൂക്ഷിക്കും. എൻ്റെ യേശുവേ, ഇത് കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയും അത്ഭുതമായി തീരട്ടെ. പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, എല്ലാ വേദനകളും നീങ്ങട്ടെ, അത്ഭുതങ്ങൾ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല പൈശാചിക നുഖങ്ങളും മാറിപ്പോട്ടെ. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു പ്രിയരെ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും. നന്മ കൊണ്ട് സ്വർഗം നിങ്ങളെ നിറയ്ക്കും. വലിയ സാക്ഷ്യമാക്കിയ ദൈവം നിങ്ങളെ മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും, വാരി വിതറി കൊടുക്കുവാൻ നന്മ ദൈവം തരും കേട്ടോ. ജോലിയിലും ബിസിനസ്സിലും വർധനവുണ്ടാകും. കർത്താവ് നിങ്ങൾക്ക് വിതയ്ക്കുവാൻ വിത്ത് തന്നു. ഇത് കിട്ടാൻ വേണ്ടി വിതയ്ക്കുവല്ല, കിട്ടിയത് കൊണ്ട് വിതച്ചതാണ് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളെ പ്രെയർ ലൈനിലേക്ക് വിളിച്ചറിയിക്കുക. നമുക്ക് ഒരുമിച്ച് എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9 മണിക്ക് പ്രാർത്ഥന നടക്കുന്നു. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലോ ഏത് നമ്പറിലേക്കും ചോദിച്ചാൽ ലിങ്ക് കിട്ടും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.